നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 3, 4 പാദം, ചതയം, പൂരുരട്ടാതി 1, 2, 3 പാദ നക്ഷത്ര ജാതരുടെ 2026 മാർച്ച് ഏപ്രിൽ മാസ ജ്യോതിഷ ഫല സാധ്യതകളാണ്. ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശാലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ്. ഇതെങ്ങനെയാണൊരു കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രജാതൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ, ഏതൊരു കുംഭക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതൻ്റെയും ജാതകമനുസരിച്ച് 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപഹാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങളെ കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക. ശനീശ്വരൻ 2ാം ഭാവത്തിലാണ്. ഏഴരശനി കാലമാണ്. വ്യാഴം 5ലും കേതു 7ലും രാഹുർ ജന്മത്തിലും അടക്കമാണ് പ്രധാനപ്പെട്ട ഗ്രഹസ്ഥിതി. സൂര്യേന്ദ്രാദി ഗ്രഹങ്ങളുടെ 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഗ്രഹസ്ഥിതിയും വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ, നമ്മൾ ആദ്യം പറയുന്നത് കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 3, 4 പാദ നക്ഷത്ര ജാതകരുടെ 2026 മാർച്ച് മാസത്തിലെ ജ്യോതിഷ ഫല സാധ്യതകളാണ്. സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏറെക്കുറെ വിജയിക്കേണ്ടതുണ്ട്. തൊഴിൽ തേടി അലയുന്നവർക്ക് ചെറുതെങ്കിലും ഒരു തൊഴിൽ സ്ഥാനം കണ്ടെത്തുവാൻ സാധിക്കും. കുടുംബപരമായിട്ട് രമ്യതയിൽ തീർക്കേണ്ടുന്ന വിഷയങ്ങളിൽ ഒരു പുതിയ വഴിത്തിരിവ് ഉണ്ടാകേണ്ടതാണ്. കാര്യകാരണസഹിതം തൊഴിൽപരമായിട്ടുള്ള ചില വിഷയങ്ങളിൽ മേലധികാരികൾക്ക് ചില വിശദീകരണങ്ങൾ കൊടുക്കേണ്ടി വന്നേക്കാം. ധനപരമായിട്ടുള്ള ഉന്നമനത്തിന് ചെയ്യുന്ന ചില കാര്യങ്ങൾ തുടക്കത്തിൽ പിഴയ്ക്കാനിടയുണ്ടെങ്കിലും തുടർന്നുള്ള ആലോചനാപരമായിട്ടുള്ള പ്രവർത്തികളിലൂടെയും നീക്കത്തിലൂടെയും അതിൽ നേരിയ രീതിയിലെങ്കിലും ലാഭമുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ദാമ്പത്യപരമായിട്ടുള്ള വിഷയങ്ങളിൽ വളരെ ശ്രദ്ധയും ജാഗ്രതയും വേണം. പ്രത്യേകിച്ച് വിവാഹേതര ബന്ധങ്ങളിലൂടെ കടന്നു പോകാനിടയുള്ള സാഹചര്യമായതിനാൽ ശ്രദ്ധിക്കുക. എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദം പോലും സംശയിക്കപ്പെട്ടേക്കാം. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വിദേശ യാത്രകളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, ഇപ്പോൾ തൊഴിൽ സംബന്ധമായിട്ടാണെങ്കിലും വിദ്യാഭ്യാസ സംബന്ധമായിട്ടാണെങ്കിലും വിദേശ യാത്രകളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ വേണ്ടുന്ന സാഹചര്യം ഏകദേശം ഒത്തിണങ്ങി വന്നാലും അതിൻ്റെ മറവിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള നഷ്ടം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. യാത്രാവേളകളിൽ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വിദ്യാഭ്യാസ വിഷയത്തിൽ വേണ്ടത്ര ജാഗ്രതയും ശ്രദ്ധയും കൊടുക്കേണ്ടതാണ്. ദാമ്പത്യ ജീവിതത്തിൽ വളരെയേറെ വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ്. കുടുംബപരമായിട്ടുള്ള വിഷയങ്ങളിൽ വീട്ടിൽ നിന്നും മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള ആഗ്രഹങ്ങളും നടന്നു കിട്ടുന്നതാണ്. അതിനിടയിൽ തന്നെ വരുന്ന ചില ബന്ധങ്ങൾ, അതൊരു സൗഹൃദമാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു ബന്ധമാകാം. ആ ബന്ധങ്ങളെ ചൊല്ലി ജീവിതത്തിൽ ഇതുവരെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന സൽപ്പേര് നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടുന്ന ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടതാണ്. കുംഭക്കൂറിൽപ്പെട്ട വിട്ടം 3, 4 പാദ നക്ഷത്രജാതരുടെ 2026 ഏപ്രിൽ മാസത്തിലെ ജ്യോതിഷ ഫല സാധ്യതയിലേക്ക് പോയാൽ, ഏഴരശനി തുടരുന്നു എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഏഴരശനി തുടരുന്നു എന്ന് ഓർമ്മിപ്പിക്കേണ്ട കാര്യം, അതിൻ്റേതായിട്ടുള്ള ശനിദോഷത്തിൻ്റേതായിട്ടുള്ള ദോഷഫലങ്ങൾ ഒരു സൈഡിലുണ്ട്. അത് നിലനിൽക്കത്തന്നെ നമ്മൾ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ, ധനപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കുറച്ച് അലച്ചിലോട് കൂടെയാണെങ്കിലും ഭാഗികമായിട്ടാണെങ്കിലും വിജയിക്കാനിടയുണ്ട്. തൊഴിൽ തേടുന്നവരെ സംബന്ധിച്ച് തൊഴിൽ സാധ്യത തെളിഞ്ഞു കിട്ടുന്നതാണ്. തൊഴിൽ മേഖലയുമായിട്ടുണ്ടായിരുന്ന ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏകദേശം വിജയിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ട് ഏതെങ്കിലും കാര്യത്തിനെ ചാടി പുറപ്പെട്ട് ഇറങ്ങിത്തിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. സ്വയം ബോധ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് വീരവാദങ്ങൾ മുഴക്കാതിരിക്കുകയാണ് ബുദ്ധി. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ബാധ്യത ഏറ്റെടുക്കാനോ ഒന്നും തുനിഞ്ഞിറങ്ങരുത്. അതൊക്കെ വലിയ 8ൻ്റെ പണികൾ നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞു വരും. ദാമ്പത്യ വിഷയത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെയേറെ വിട്ടുവീഴ്ചയും ക്ഷമയും വേണം. മുൻബുദ്ധിയോടുകൂടെ പങ്കാളിയെ നിരീക്ഷിക്കുന്ന രീതി ഉപേക്ഷിക്കണം. വിവാഹ വിഷയത്തിൽ ചെറിയ ചെറിയ തടസ്സങ്ങൾക്ക് ഇടയുണ്ട്. പങ്കാളിത്തത്തെ ഏർപ്പാടുകളിലും പരസ്പര വിശ്വാസമില്ലായ്മ പോലെ തോന്നിയേക്കാവുന്ന സന്ദർഭങ്ങളിലൂടെ കടന്നു പോകാനിടയുണ്ട്. എന്താണെങ്കിലും കുറച്ച് ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ വെച്ചുകൊണ്ട് പോവുക. വിവാഹ വിഷയത്തിലടക്കം പുരോഗതി ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിയാൽ വിജയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. സന്താന ഭാഗ്യമോ പുത്ര സുഖപ്രാപ്തിയോ ഒക്കെ ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്ന ഫലങ്ങളുമാണ്. അടുത്തത് ചതയ നക്ഷത്രജാതര
ചതയം നക്ഷത്ര ജാതരുടെ 2026 മാർച്ച് മാസ ജ്യോതിഷ ഫല സാധ്യത എന്തൊക്കെയാണെന്ന് ശ്രദ്ധിച്ചാൽ, ഏഴരശനിയിലൂടെ കടന്നു പോകുന്നു എന്നാദ്യം തന്നെ പറഞ്ഞു കൊള്ളട്ടെ. അതിൻ്റേതായിട്ടുള്ള ഏഴരശനി ദോഷങ്ങളുണ്ടാകാനിടയുള്ള ധനനാശം, തസ്കരഭയം, വാഗ്ദോഷം, കലഹം, വിയോഗം, നിയമപ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാതെ സൂക്ഷിക്കുക. കൂടാതെ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും പകുതിയിലെങ്കിലും അല്ലെങ്കിൽ അർദ്ധാവസ്ഥയിലെങ്കിലും വിജയത്തിൽ കലാശിക്കാനിടയുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള അവബോധത്തോടു കൂടെ ആയിരിക്കണം ചെയ്യേണ്ടത്. കുടുംബ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ മൺമറഞ്ഞു പോയവരുടെ വസ്തുവകകളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ചില അപവാദങ്ങൾക്ക് ഇരയാകേണ്ടി വന്നേക്കാം. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവനവൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള സുഖഭോഗങ്ങൾ ത്യജിക്കാൻ തയ്യാറായാൽ പോലും കാര്യമായിട്ടുള്ള ഗുണഫലം അത്തരം ത്യജിക്കൽ ഭാഗം കൊണ്ട് നൽകുന്നില്ല എന്ന് പിൽക്കാലത്ത് ബോധ്യപ്പെട്ടേക്കാം. ഉത്തമന്മാരായിട്ടുള്ള സഹായികളായിട്ട് നടിച്ച് നിൽക്കുന്ന ചില ദുഷ്ടചിന്തയുള്ളവരുടെ സ്വാർത്ഥ താല്പര്യാധിഷ്ഠിതമായിട്ടുള്ള കരുനീക്കങ്ങൾ അപ്രതീക്ഷിതമായിട്ടുള്ള ചില നഷ്ടങ്ങൾക്ക് ഇരയാക്കിയേക്കാം. അവനവൻ്റെ വ്യക്തി ജീവിതത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള രഹസ്യ സ്വഭാവമുള്ള വിഷയങ്ങൾ എത്രയേറെ വിശ്വസ്തരാണെങ്കിലും അവരോട് ഷെയർ ചെയ്യാതിരിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ ബുദ്ധി. മറ്റുള്ളവൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി അഭിപ്രായം പറയാനും ഒളിഞ്ഞു നോക്കാനും ഒക്കെ ഒരു പ്രവണത ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ വിവാദങ്ങൾക്ക് വഴിവെക്കുവാൻ ഇടയുണ്ട്. ബന്ധുക്കളിൽ നിന്നും വളരെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മോശമായിട്ടുള്ള വാക്ക് പ്രവർത്തികൾ നേരിടാനിടയാകും. യാത്രാക്ലേശവും ചിന്താക്ലേശവും ഒരുപോലെ വരാനിടയുള്ളത് കൊണ്ട് വളരെയേറെ സൂക്ഷിക്കണം. വിവാഹ വിഷയങ്ങളെ സംബന്ധിച്ചൊരു തീരുമാനത്തിലെത്തിച്ചേരുവാൻ കുറച്ച് ആലോചിക്കേണ്ടതായിട്ട് വരും. ധനധാന്യ സമൃദ്ധിയിലേക്ക് നയിക്കപ്പെടാനിടയുണ്ടെങ്കിലും ചെറിയ ചെറിയ രീതിയിലുള്ള രോഗദുരിതങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. പതിവായിട്ട് കഴിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകൾ മറന്നു പോവാതെ കൃത്യസമയത്ത് തന്നെ കഴിക്കുവാനുള്ള ശ്രദ്ധയും ജാഗ്രതയും കാണിക്കുക. ഉയരങ്ങളിൽ നിന്നുള്ള വീഴ്ചകൾ ഉണ്ടാകരുത്. പ്രത്യേകിച്ച് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ബാത്റൂമിൽ കയറുമ്പോൾ അല്ലെങ്കിൽ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോഴൊക്കെ എവിടെയെങ്കിലും വീഴാനുള്ള സാധ്യതയും കൂടെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ശ്രദ്ധിച്ച് ജാഗ്രതയോടെ മുന്നോട്ട് പോവുക എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ചതയ നക്ഷത്ര ജാതരുടെ 2026 ഏപ്രിൽ മാസത്തിലെ ജ്യോതിഷഫല സാധ്യത എന്താണെന്ന് പരിശോധിച്ചാൽ, ഏഴരശനിയുടെ ദോഷ കാഠിന്യങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമ യോഗമുണ്ട്. വിരുന്ന് വരുന്നവർ വീട്ടുകാരാകുന്നു എന്ന് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു സൗഹൃദ മനസ്സിൻ്റെ ഭാഗമായിട്ട് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരിടം എവിടെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നീട് നമ്മളെ തന്നെ ഭരിക്കുന്ന രീതിയിലേക്ക് കടന്നു വരുന്നു എന്ന ഒരു ഭാവം ഈ കാലഘട്ടത്തിൽ ദൃശ്യമാകും. എതിർലിംഗക്കാരുമായിട്ടുള്ള ഏതു തരത്തിലുള്ള ബന്ധങ്ങളിലും സ്വഭാവദൂഷ്യം ആരോപിക്കപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. സാമ്പത്തിക കാര്യത്തിൽ മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് അവർ നമുക്ക് കോടികൾ നേടിത്തരുമെന്ന് പറയുന്ന മിഥ്യാധാരണയോട് കൂടെ മുന്നോട്ട് പോകുന്നത് ഈ കാലത്ത് ഗുണകരമായിരിക്കില്ല. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് കടബാധ്യതകളൊക്കെ തീർക്കുന്ന കാര്യത്തിൽ ഒരു നിശ്ചയദാർഢ്യം പുലർത്തേണ്ടതാണ്. ആരോഗ്യ സംബന്ധമായിട്ടും വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാലഘട്ടമാണിത്. ആരോഗ്യകാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവരുത്. ഏതു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായാലും അടിയന്തരമായിട്ട് വൈദ്യസഹായം തേടേണ്ടതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ പുരോഗതി ഉണ്ടാക്കാൻ നല്ല കഠിന പരിശ്രമം വേണ്ടിവരും. വിവാഹാദി വിഷയങ്ങളിൽ ചെറിയ ചില തടസ്സങ്ങൾക്ക് സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ദാമ്പത്യ വിഷയങ്ങളിലെ ചില അഭിപ്രായ ഭിന്നതകൾക്ക് സാധ്യതയുള്ള കാലഘട്ടമാണ്. ധനനഷ്ടവും അപമാനവും യാത്രാക്ലേശവും കൂടെ ഒരുമിച്ച് വരാതിരിക്കുവാൻ ഏത് മേഖലകളിലും ശ്രദ്ധ ചെലുത്തുന്നത് നന്നായിരിക്കും. പൊരുരുട്ടാതി 1, 2, 3 പാദ നക്ഷത്ര ജാതകരുടെ 2026 മാർച്ച് മാസത്തിലെ ജ്യോതിഷ ഫലങ്ങളെക്കുറിച്ച് നമ്മൾ പരിശോധിച്ചാൽ, ഏഴരശനിക്കാലമാണ്. ഏഴരശനിക്കാലത്തിലെ ധനനാശം, തസ്കരഭയം, വാഗ്ദോഷം, കാരണം, കലഹം, വിയോഗം തുടങ്ങിയിട്ടുള്ള ഫലങ്ങളൊക്കെ ഇങ്ങനെ വന്നും പോയിരിക്കാം. അതിനെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ
ചിന്തിച്ചാൽ ധനപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളിൽ വളരെയേറെ ശ്രദ്ധിക്കുക. ധനപരമായിട്ട് ഏതെങ്കിലും കൊടുക്കൽ വാങ്ങലിൽ ചതിക്കപ്പെടാനുള്ള സാധ്യത മുൻകൂട്ടി കാണുക. മറ്റുള്ളവരുമായിട്ടുള്ള ആശയവിനിമയത്തിൽ അപാകത ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. തൊഴിൽ തേടുന്നവർക്ക് കുറച്ച് അലച്ചിലിനൊടുവിലാണെങ്കിലും തൊഴിൽ ലഭിക്കാനിടയുണ്ട്. തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ട് പരിശ്രമിച്ചാലും അത് ലഭിക്കാനിടയുണ്ട്. മംഗളകർമ്മങ്ങളിൽ ചില തടസ്സങ്ങൾ വന്നാലും അതൊക്കെ തട്ടി നീക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ആരോഗ്യകാര്യത്തിൽ വളരെയേറെ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ക്ഷതപതനാദി ദുഃഖങ്ങൾ, വാഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടുന്ന ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടതാണ്. ദാമ്പത്യ വിഷയത്തിൽ വളരെയേറെ വിട്ടുവീഴ്ച മനോഭാവത്തോടെ മുന്നോട്ട് പോകണം. യാത്രാക്ലേശം ഉണ്ടാവാതിരിക്കാനുള്ള ശ്രദ്ധ കൊടുക്കുക. ദാമ്പത്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അപമാനത്തിന് ഇരയാകുന്ന സംഗതികളിൽ പോയി ചാടുന്നത്. വിവാഹ വിഷയത്തിലും ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറി കാര്യങ്ങൾ ഏകദേശം അനുകൂലത്തിൽ വരുത്താൻ വേണ്ടി പരിശ്രമിച്ചാൽ നടക്കുന്നതാണ്. പങ്കാളിത്ത ഏർപ്പാടുകളിലേക്ക് വളരെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തുക. പൂരുരുട്ടാതി 1, 2, 3, 10 നക്ഷത്രമായവരുടെ 2026 ഏപ്രിൽ മാസത്തിലെ ജ്യോതിഷഫല സാധ്യത നമ്മൾ ശ്രദ്ധിച്ചാൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമ യോഗം കാണുന്നുണ്ട്. കുടുംബസ്വത്തുക്കളെ സംബന്ധിച്ചിട്ടുള്ള ആശങ്കകൾ ഏകദേശം അനുകൂല ഭാവത്തിലേക്ക് കടന്നു വരുന്നത് കാണാം. തടഞ്ഞു വയ്ക്കപ്പെട്ടിരുന്ന ഏതെങ്കിലും തരത്തിലുള്ള ധനമോ മറ്റെന്തെങ്കിലും നേട്ടങ്ങളോ കൈവശം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. 7ാം ശനി ദോഷത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ വിദേശവാസമോ പ്രവാസമോ ഈ കാലഘട്ടത്തിൽ ഉണ്ടായേക്കാം. കപട നാണയങ്ങൾ മാന്യന്മാരുടെ മുഖം മൂടി ധരിച്ച് കാലഘട്ടത്തിൽ സമീപിക്കാനിടയുണ്ട്. അത്തരക്കാരുടെ കണികളിൽ വീഴാതിരിക്കുവാൻ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തുക. ദാമ്പത്യ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ സംശയം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു വഴികളിലൂടെയും സഞ്ചരിക്കാതിരിക്കുക. വിവാഹ വിഷയത്തിൽ ചെറിയ ചെറിയ ആരോപണങ്ങൾ വരാനിടയുള്ളതിനാൽ വിവാഹ തടസ്സം എന്നതിനേക്കാൾ ഉപരി വിവാഹം അല്പം നീണ്ടുപോകുന്നു എന്ന് പറയുന്ന അവസ്ഥയുടെ കടന്നു പോകാനിടയുണ്ട്. ബന്ധുക്കളെ സംബന്ധിച്ചുള്ള നിലപാടുകളും കുറച്ച് വിമർശന വിധേയമായേക്കാം. ഏത് കാര്യത്തിലും എടുത്തിയാടെ അഭിപ്രായം പറയുന്ന ഒരു രീതി ഉപേക്ഷിച്ചിട്ട് വസ്തുതകളായിട്ട് മനസ്സിലാക്കി ആ വിഷയത്തിലെ കഴമ്പും തിരിച്ചറിഞ്ഞ് യുക്തമായ ഭാഷയിൽ മാത്രം പ്രതികരിക്കുകയാണെങ്കിൽ വാക്കുകൾ മൂലം വലിയ വിവാദങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കാള പറ്റൂ എന്ന് കേൾക്കുമ്പോൾ തന്നെ കയറെടുക്കുന്ന രീതിയിലേക്ക് ഇറങ്ങി പുറപ്പെടാതിരുന്നാൽ ചെറിയ പ്രശ്നങ്ങളെ വലിയ പ്രശ്നങ്ങളാക്കി മാറ്റാതിരിക്കാം. അത് കൂടെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. ഇനി പൊതുവായിട്ട് നമ്മൾ കുംഭക്കൂറുകാരായിട്ടുള്ള വിട്ടം 3, 4, 10 ചതയം പൂരുരുട്ടാതി 1, 2, 3, 10 നക്ഷത്രങ്ങളുടെ പൊതുഫലം പറഞ്ഞാൽ ദാമ്പത്യ കലഹം, യാത്രാക്ലേശം, ധനനഷ്ടം, അപമാന സാധ്യത, വിവാഹ തടസ്സം, പങ്കാളിത്ത ഏർപ്പാടിൽ നഷ്ടം, തസ്കരഭയം, വാഗ്ദോഷം മൂലം കലഹം, ഏതെങ്കിലും വിയോഗം ഉണ്ടാവുക, യാത്രാക്ലേശം, വിവാഹ സിദ്ധിയിലേക്ക് നയിക്കപ്പെടുന്ന തരത്തിലേക്ക് മക്കളുടെ കാര്യങ്ങൾ പോവുക, ധനധാന്യ സമൃദ്ധം, മക്കളുണ്ടാവുക, അല്ലെങ്കിൽ പുത്രന്മാരോ പുത്രികളോ അച്ഛനോ അമ്മയായി മാറുക തുടങ്ങിയിട്ടുള്ള ബലസാധ്യതകളൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുക. ദോഷപരിഹാരമായിട്ട് പറഞ്ഞാൽ അവരവരുടെ കുടുംബ ഭരദേവത, ദേശദേവത ക്ഷേത്രത്തിൽ, റവാട് ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക. ഇനി അതല്ലെങ്കിൽ ശനിയാഴ്ച ദിവസം നീല നിറത്തുള്ള വസ്ത്രം ധരിക്കുക, കാക്കയ്ക്ക് എള്ളും തൈരും കലർത്തി ചോറ് കൊടുക്കുക, അസ്തമയ ശേഷം ശാസ്താവിന് നീരാജനവും മഹാദേവന് പിൻവിളക്കം സമർപ്പിക്കുക. ശനിയാഴ്ച ദിവസം രാവുകാല സമയത്തിന് പ്രാധാന്യം കൊടുക്കുക. കറുപ്പും നീലയും ഇടകലർന്ന നിറത്തുള്ള വസ്ത്രം ധരിക്കുക. സർപ്പക്ഷേത്രത്തിലോ രാഹുർ ക്ഷേത്രത്തിലോ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക. ചൊവ്വാഴ്ച ദിവസം ചുവപ്പും കറുപ്പും ഇടകലർന്ന നിറത്തുള്ള വസ്ത്രം ധരിക്കുക. ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. കുങ്കുമാർച്ചന മുതൽ രക്തപുഷ്പാഞ്ജലി വരെയുള്ള വഴിപാടുകൾ നടത്തുക, പ്രാർത്ഥിക്കുക. ഈശ്വര പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ഏതു തരത്തിലുള്ള പ്രതിസന്ധികളെയും അതിജീവിച്ച് കാര്യവിജയം നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.